പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ന്യായീകരണ ക്യാപ്സൂൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് പാഴാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് ആ വീടിന് നാളെ ഒരു വിള്ളൽ വന്നു, വാർക്കയിൽ കൂടി വെള്ളം ചോരുന്നു, അങ്ങനെയൊക്കെ വന്നെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. കാരണം അവരതങ്ങ് സഹിച്ചോളും. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായോ? ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാമേ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ടൌൺഷിപ്പിലെ ഒരു വീടിന് വിള്ളൽ കണ്ടെത്തിയതിൽ ആശങ്ക. 1-ാം സോണിലെ നൌഫലിന്റെ വീടിന്റെ ടെറസിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് ചൂട് 40 ഡിഗ്രിയോളം എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഷ്രിങ്കേജ് ക്രാക്കുകൾ എന്ന പ്രതിഭാസം ഏതൊരു നിർമ്മാണത്തിലും ഉണ്ടാകുമെന്ന് ഒരു സാധാരണ എഞ്ചിനീയറോട് ചോദിച്ചാൽ പോലും വിശദീകരിക്കുന്നതാണ്. നമുക്കിനി ഷ്രിങ്കേജിനെ കുറിച്ച് പറയാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാഴാക്കരുതെന്ന്. നിങ്ങളൊരു മേസ്ത്രിയാണോ, നിങ്ങളൊരു എഞ്ചിനീയർ ആണോ, നിങ്ങൾ ഈ ഫീൽഡിൽ തുടക്കക്കാരനാണോ, ധൈര്യമായിട്ട് ഇവരുടെ വീടിന്റെ പണിയെടുത്തു, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഷ്രിങ്കേജ് ആണെന്ന് പറഞ്ഞാൽ മതി. മേസ്ത്രി ഇതേ ഞങ്ങളുടെ വീടിന് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്, അത് ഷ്രിങ്കേജ് ആണ് കൂട്ടാ ആണോ, എന്നാ കുഴപ്പമില്ല. മേസ്ത്രി ഞങ്ങളുടെ വീടിന്റെ വിള്ളൽ വന്നിട്ട് അതിനകത്ത് വെള്ളം വരുന്നു മേസ്ത്രി, അത് ഷ്രിങ്കേജ് ആണ് കൂട്ടാ ആണോ, കുഴപ്പമില്ല. മേസ്ത്രി ഞങ്ങളുടെ വീട് ഒരു സൈഡിലോട്ട് ഇരുത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി മേസ്ത്രി, എന്ത് ചെയ്യും, അത് ഷ്രിങ്കേജ് ആണ് കൂട്ടാ ആണോ, എന്നാ കുഴപ്പമില്ല. ഷ്രിങ്കേജ് ആണ് പോലെ, ഷ്രിങ്കേജ് ഒരു പുതിയ വാക്കും കിട്ടി, ഇനി അതേ പിടിച്ച് തൂങ്ങിക്കോളും. ഈ ഷ്രിങ്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, രാജസ്ഥാനിലൊക്കെ അതുപോലെ കൊടും ചൂടുള്ള പ്രദേശം, അവിടെയൊക്കെ ഷ്രിങ്കേജ് കാരണം എല്ലാ വീടിനും വിള്ളലാണെന്നാണ് കേട്ടത്. പിന്നെ എൻ്റെ സഹോദരൻ ഗൾഫിലുണ്ട്, ഞാൻ അവനെ വിളിച്ചു ചോദിച്ചപ്പോഴും അവനും പറഞ്ഞു ഇത് തന്നെ. അവൻ പറയാം അവിടെയുള്ള സകല വീടിന് ഇതുപോലെ വിള്ളലാണ്. അവിടെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞത് അതും ഷ്രിങ്കേജ് ആണ് പോലും. ഈ ന്യായീകരിക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ട് വീട് പണിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള വിള്ളൽ വരുമ്പോഴത്തേക്ക് അറിയാം ചെറിയ ഷ്രിങ്കേജ് ആയാലും വലിയ ഷ്രിങ്കേജ് ആയാലും ദണ്ണം വരുമെന്ന്. ഇനി ഈ ഷ്രിങ്കേജിനെ കുറിച്ച് നമ്മുടെ അരുൺകുമാർ സാർ ന്യായീകരിക്കുന്നതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ നൌഫലിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് കണ്ടിരിക്കുന്ന ഈ ഭാഗം, ആ വരകളുടെ മധ്യത്തിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ ഒരു പാട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങിയ ആ ഭാഗം യഥാർത്ഥത്തിൽ ഈ രണ്ട് പെൻസിലിന്റെയും നടുവിലാണ്, അഥവാ ഈ ഭാഗത്ത് വെള്ളം കിളിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. ഇനി ചോദ്യം ഇതാണ്, അങ്ങനെ വെള്ളം കിളിഞ്ഞിറങ്ങാൻ പാടുണ്ടോ? കോൺക്രീറ്റ് വീടുകൾക്ക് അത്തരത്തിൽ വെള്ളം കിളിഞ്ഞിറങ്ങുക ചില വീടുകളിൽ സ്വാഭാവികമാണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? സാധാരണ രീതിയിൽ വലിയ മഴ വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ ടെറസിന് മുകളിൽ വെള്ളം കെട്ടി നിർത്തി വെള്ളം കിളിഞ്ഞിറങ്ങുന്നു എന്ന് പരിശോധിക്കും. അവിടെ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണങ്ങൾ നടത്തിയ ആ വീടിന്റെ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തിയ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോക്കൂ, എല്ലാ വീടുകളുടെ മുകൾ ഭാഗത്തും ഇതേപോലെ 24 മണിക്കൂറോളം വെള്ളം കെട്ടിനിർത്തി ഈ കോൺക്രീറ്റ് ബലപ്പെടുത്താനും ലീക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കെട്ടിനിർത്തും. എന്തൊരു ന്യായീകരണമാണ് എൻ്റെ ആശാന്മാരെ. എൻ്റെ ഈ വീഡിയോ കാണുന്ന മേസ്ത്രിമാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. മറ്റൊന്നും ഈ പോണ്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഏറ്റവും അവസാനമാണോ ചെയ്യുന്നതെന്ന്? അതായത് അവസാനം ചെയ്യേണ്ട പണി ആദ്യം ചെയ്യേണ്ട പണി അവസാനമാണോ അവന്മാർ ചെയ്യുന്നത്? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. അതായത് ഒരു വീടിന്റെ ഇലക്ട്രിക് വർക്ക് കഴിഞ്ഞു, പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞു, പുട്ടിയിട്ടു, പെയിന്റ് അടിച്ചു, ടൈൽസ് ഇട്ടു, എല്ലാ പരിപാടിയും ചെയ്യുന്നതിന് ശേഷം പോണ്ടിംഗ് ടെസ്റ്റാണ് പോലും. പോണ്ടിംഗ് ടെസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. ഇനി എനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതും പോരാതെ അതിന്റെ മണ്ടേ സോളാർ പാനലും എല്ലാം വെച്ചു. അതിനുശേഷം പോണ്ടിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. സംഭവം മറ്റൊന്നുമല്ല, ലീക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഇനിയാണ് ഞങ്ങൾ പോണ്ടിംഗ് ടെസ്റ്റ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. അല്ല വേറെ കറിയൊന്നുമില്ല. ഇതൊക്കെ ആദ്യമേ നോക്കണ്ടേ? ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി വീട്ടുകാർ പാല് കാച്ചി കയറിയാലും കൂടെ മതി, അന്നേരത്തേക്ക് പോണ്ടിംഗ് ടെസ്റ്റ് നടത്താൻ പോവാണ് പോലും. പോണ്ടിംഗ് ടെസ്റ്റ് മറ്റൊരാളുടെ വീടിന് ലീക്ക് ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദണ്ണം തോന്നും. നമ്മുടെ വീടൊക്കെയാണ് നമ്മൾ സമ്മതിക്കുമോ? കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് പുട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ലീക്ക് വന്നെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അത് കുത്തി തുളച്ചിട്ട് മേളി കൊണ്ടുപോയി വെള്ളം തെറിച്ച് ഇനി ഞങ്ങൾ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഇവിടെ ലീക്ക് വരുമ്പോൾ ഇത് മൊത്തം കുത്തി പൊളിക്കണ്ടേ? നമ്മളാണ് സഹിക്കുമോ? ഈ ന്യായീകരണ തൊഴിലാളികളൊന്ന് പറഞ്ഞതാ. അതിനിടെ ടൗൺഷിപ്പിലെ ഒരു വീട്ടിൽ കൂടി മറ്റൊരു വീട്ടിൽ കൂടി ചോർച്ച എന്ന പരാതി ഉയർന്നിരിക്കുന്നു. ഫേസ് 1-ലെ 87-ാം നമ്പർ വീട്ടിലാണ് വിള്ളൽ. 178-ലെ 87-ാം നമ്പർ വീടാണ്. ഇതിപ്പോ എന്താ ചുമര് ഇങ്ങനെ ആക്കിയിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നു? അന്ന് ഒരിക്കൽ വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ബുള്ളറ്റ് പോലെ കുറെ നീട്ടി വെച്ചു. അത് കഴിഞ്ഞ് എന്താ ചോദിച്ചപ്പോൾ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, നിർത്താനാന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അത് മറ്റേ കുറ്റിയൊക്കെ പൊട്ടിച്ച് ഫുള്ള് ഇതുപോലെ വെള്ളം പോലെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ മാത്രമല്ല ആ ബെഡ്റൂമിലും ഉണ്ട്. ശരിക്കും 2 ദിവസം നിന്ന് മഴ പെയ്ത ഏതൊക്കെ വീട്ടിൽ ലീക്ക് ഉണ്ടെന്ന് അപ്പുറം ഏറിപ്പോൾ 10 വീട്ടിൽ ലീക്ക് ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിനും ലീക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് ഏകദേശം ഉള്ളത്തെ പണി മാത്രം കേട്ടോ, പുറത്തല്ല, ഉള്ളത്തെ പണി ഏകദേശം കഴിഞ്ഞ് നിൽക്കുന്നു. അതാ പറഞ്ഞത്, ഫിനിഷിംഗ് വർക്ക് എല്ലാം തീർന്നു. ഇതിന് പുറമേ ഉള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അന്നേരത്തേക്കാണ് ഇവരെ ലീക്ക് ടെസ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ആലോചിക്കുക, മൊത്തം കുത്തി പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുമോ നമ്മുടെ വീടാണെങ്കിൽ? പിന്നെ ഈ ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ് അവിടെ 100 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വീടൊന്നും അല്ലല്ലോ, ഇത് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടല്ലേ. സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ അല്ലേ? 700 കോടി രൂപയോളം പിരിച്ചു കിട്ടിയില്ലേ? ആ പൈസക്കല്ലേ ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസ് ഉണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊരുമാതിരി നമ്മുടെ വീട്ടിലെ കൊച്ചൊരു പെൻസിൽ അടിച്ചോണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്ത വന്നിട്ട് ചോദിക്കുക, നീ ഏടാ പെൻസിൽ അടിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാ തള്ള ഓടി വന്നിട്ട് പറയും, അതെ അവനെ കുറ്റമൊന്നും പറയണ്ട, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ പേന അടിച്ചോണ്ട് വന്നതെന്ന് പറയും. ആണോ, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ പേനയാണോ അടിച്ചോണ്ട്? നീ പെൻസിൽ അടിച്ചോണ്ട് വന്നല്ലേ, എന്നാൽ കുഴപ്പമില്ല, സാരിയില്ല മോനെ, അങ്ങനെ ആരെങ്കിലും പറയുമോ? അതുപോലെയാണ് കോൺഗ്രസ് അവിടെ 100 വീട് വെച്ച് കൊടുക്കില്ല. അതുകൊണ്ട് ഇതുപോലെ ലീക്കുള്ള വീട് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് അതിനർത്ഥം.
ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. 100-700 കോടിയോളം പിരിഞ്ഞ് കിട്ടിയല്ലേ ഒരു വ്യക്തിക്ക്, അതായത് ഒരു കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. എന്നാലും മിച്ച അവരതും കൊണ്ട് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വെക്കുമോ, ഇനി ദൂർത്തടിച്ച് കളയുമോ, ലോകരാജ്യങ്ങൾ ചുറ്റുമോ, എന്തെങ്കിലും ചെയ്തോട്ടെ. നമുക്കെന്താ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഫണ്ടായിട്ട് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കുക. ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എന്താ ഇതിന്റെ പുറകിൽ ഫണ്ട് അടിച്ച് മാറ്റാനായിട്ടോ അങ്ങനെ വല്ല ദുരുദ്ദേശം വല്ലതും ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല.